ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ അബ്രോഡുള്ള എല്ലാ ക്രാഫ്റ്റ് ചാനലിലും ഞാൻ ഇവനെ കാണാറുണ്ട്. ഇവൻ്റെ പേരാണ് എലിക് റോബോട്ട്. അപ്പോൾ കൂടുതൽ വലിച്ചഴിക്കുന്നില്ല, നമുക്ക് ഓൾഡ് ബുക്ക് കവർ കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു എലിക് റോബോട്ടിനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാനും പറ്റും. ആകെ കൂടി ഈ 2 സാധനങ്ങൾ മാത്രം മതി. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, വൈറ്റ് കളർ ബേസ് ഉള്ള ഒരു കവർ എടുക്കേണ്ടതാണ്. ഇപ്പോൾ വരുന്ന എല്ലാ ബുക്ക് കവേഴ്സിൻ്റെ പിറകിലും സാധാരണയായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനർ അങ്ങനെയുള്ള എന്തെങ്കിലും കാണാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് അതിൻ്റെ പുറത്തുകൂടി വൈറ്റ് കളർ പേപ്പർ എന്തെങ്കിലും ഒട്ടിച്ചെടുത്താൽ മതി, അതായത് A4 ഷീറ്റ്. ആദ്യം തന്നെ അതിലൊരു സ്കെച്ച് ഉണ്ടാക്കി എടുക്കണം, ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിന്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ 2.5 സെന്റിമീറ്റർ അളവിൽ ഇതുപോലെ ഒരു സ്ട്രിപ്പ് വെട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണം. ഇതുപോലെ സ്പൈക്സ് ഉള്ള ഒരു സ്ട്രിപ്പാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനിങ്ങനെ മടക്കി അകത്തോട്ട് വെക്കണം. അതിനുശേഷം ഇതിൻ്റെ ബോഡിയിൽ വരുന്ന ഈ ഒരു പോർഷൻ വരച്ചെടുക്കണം. അതിനുശേഷം കളർ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് ഈ എലിക് റോബോട്ടിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഈ വാലി എന്ന് പറഞ്ഞിട്ടൊരു പണ്ട് നമ്മുടെ കൊച്ചു TV-യിലൊക്കെ ഒരു മൂവി വരുമെന്നുണ്ടായിരുന്നു. അതൊരു ഇംഗ്ലീഷ് മൂവി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ റോബോട്ടിൻ്റെ പണി ബാക്കി നോക്കാം. ഇതുപോലെ ഗ്ലൂ ചെയ്ത് ഇത് ചുറ്റിലും ഒട്ടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു 3D എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ കാണുമ്പോൾ എളുപ്പമാണെങ്കിലും ചെറിയ പണിയുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഏറ്റവും പാടുള്ള പണിയെന്ന് വെച്ചാൽ ഈ സ്പൈക്സ് പോലത്തെ ഭാഗം വെട്ടിയെടുക്കും. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഒട്ടിച്ചതുപോലെ തന്നെ ബാക്ക് പോർഷനും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്താണെന്നറിയില്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുന്ന സമയത്ത് അത്രയും എവിടുന്നോ ഇല്ലാത്ത കാക്കകളും കുയിലുകളും വന്നിട്ട് കൂവാൻ തുടങ്ങും. എന്താണെന്ന് അറിഞ്ഞൂടാ, അവർക്ക് എൻ്റെ അടുത്ത് എന്തിനാണ് ഇത്രയും ശത്രുത. അപ്പോൾ ഫേസ് പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 റൗണ്ട്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ബേസ് കുറച്ച് പരത്തി കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാ പ്രൊസീജിയറും റിപ്പീറ്റ് ചെയ്യണം. ഫ്രണ്ട് പോർഷൻ ഒട്ടിച്ചതിന് ശേഷം ബാക്ക് പോർഷൻ ഒട്ടിക്കാൻ വരട്ടെ. നമുക്ക് അതിനു മുമ്പ് ആദ്യം ഇതിന്റെ ബേസ് പോർഷനിലൊരു ഹോൾ ഇടണം. ഞാൻ സിസേഴ്സ് വെച്ചിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി എടുക്കണം. ഇത് പേപ്പർ ചുരുട്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് സ്ക്യൂവറോ ബാംബൂ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അതിന്റെ മുകൾ പോർഷൻ ഇതുപോലെ ഫാൻ പോലെ കട്ട് ചെയ്തിട്ട് വേണം ഇതിന്റെ അകത്തേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കാൻ, എന്നാലേ ഇത് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. ഞാനിത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ഞാനിത് മാറ്റിയിട്ട് ബാംബൂ സ്റ്റിക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. സംഭവം സെറ്റായതിനു ശേഷം നമ്മുടെ ബോഡിയിലേക്ക് ഈ ഹെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെഡ് പോർഷൻ മാത്രമേ ഗ്ലൂ ചെയ്യുന്നുള്ളൂ, ബോഡി പോർഷനിലേക്ക് നമ്മൾ ഗ്ലൂ ചെയ്യുന്നില്ല. അതിനുശേഷം ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക, ഇത് അനങ്ങുന്നുണ്ടോ എന്ന്, അതെന്തെങ്കിലും സ്റ്റക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതിനുശേഷം 6 സെന്റിമീറ്റർ ഇൻറ്റു 2.5 സെന്റിമീറ്റർ എന്ന അളവിൽ ഇതുപോലെ ഒരു ബേസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഈ സ്പൈക്സ് ഒക്കെ അകത്തോട്ട് മടക്കി കൊടുക്കുക. ഇതിന്റെ സെന്റർ പോർഷനിൽ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്റ്റിക്ക് ഇറങ്ങുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇതിനുശേഷം ബേസ് പോർഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള 2 ബോർഡ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അതിന്റെ മിഡിൽ പോർഷനും ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ ബാംബൂ സ്റ്റിക്ക് ഗ്ലൂ ചെയ്ത് ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഒരു പോർഷൻ മാത്രമേ ഗ്ലൂ ചെയ്യാവുള്ളൂ കേട്ടോ. ഗ്ലൂ ഒക്കെ നന്നായി ഒട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ബോഡി ഈ സ്റ്റാൻഡിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ബേസ് വെക്കുന്ന പോർഷൻ ആണ് കേട്ടോ ഇത്. ഞാൻ വെച്ചപ്പോഴത്തേക്കും എടുത്ത അളവ് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്. ഞാൻ 6.5 ആണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 6 സെന്റിമീറ്റർ തന്നെ എടുക്കണം. അതിനുശേഷം നമ്മുടെ ബോഡി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ഇതുവരെ എത്തിയപ്പോൾ തന്നെ എനിക്ക് നല്ല ഹാപ്പിനെസ് ആണ്. കാരണം ഇതൊന്ന് ശരിയായി കിട്ടിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഹാൻഡ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഈ അവക്കാഡോ ഷേപ്പിൽ 2 പീസ് വെട്ടിയെടുക്കണം. അതിനെയും വീഡിയോ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 2 എണ്ണം ആവശ്യമുണ്ട്. അതുകൊണ്ട് 2 എണ്ണം ഒരുപോലത്തെ അളവിൽ ചെയ്തെടുക്കണം. അപ്പോൾ 2 ഹാൻഡ്സ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കേണ്ടത് എങ്ങനെയാണ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിത് കാണുമ്പോൾ കിഡ്നി പോലെയാണ് കേട്ടോ തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിനുശേഷം 2 ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ സൈഡിൽ. എൻ്റെ കയ്യിൽ പഞ്ചിങ് മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വേണ്ടാത്ത പണി ചെയ്യുന്നത്. ഈ സിസേഴ്സ് അത്യാവശ്യത്തിന് ഷാർപ്നെസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡിയിലും ഹാൻഡ്സിലും ഇതുപോലെ ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ ബാംബൂ സ്റ്റിക്ക് ഇതുപോലെ ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എലിക്
റോബോട്ട് കുട്ടൻ്റെ എല്ലാ പോർഷൻസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഫേസ് ആണ്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് 2 ബ്ലാക്ക് ചാർട്ട് ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫേസ് ഇതിൽ വരച്ചു കൊടുക്കാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോഷൻസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒറിജിനൽ റോബോട്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണോ നമുക്ക് ഇമോഷൻസ് വരച്ചെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യാം. ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിനെ ഇളക്കി മാറ്റി വേറെത് ഒട്ടിക്കാം. അപ്പോൾ പറഞ്ഞേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഹാപ്പി ഫേസ് വരച്ചാൽ ഞാൻ അത്രയ്ക്ക് തൃപ്തിയല്ല. കാരണം അതിൻ്റെ പല്ല് കാണുമ്പോൾ എനിക്ക് പേടിയാവും. എന്താണെന്നറിയില്ല, ക്യാമറ ഓണാക്കി പടം വരയ്ക്കാനിരുന്ന് അപ്പം തന്നെ എൻ്റെ കൈ വിറയ്ക്കും. അത് ഞാൻ എത്ര ശരിയാക്കാൻ നോക്കിയിട്ടും ശരിയാവുന്നില്ല. ഇനി പയ്യെ പയ്യെ ശരിയാവുമായിരിക്കും അല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാം. അതിനുശേഷം ഈ ഇമോഷൻസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡബിൾ സൈഡ് ടേപ്പിട്ട് ഒട്ടിച്ചെടുക്കാം, ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹാൻഡ് മെയ്ഡ് എലിക് റോബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്കിതിനെ അങ്ങോട്ട് തിരിക്കാം, ഇങ്ങോട്ട് തിരിക്കാം, കൈകൾ അനക്കാം, തല അനക്കാം, ബോഡി അനക്കാം. ഒറിജിനൽ റോബോട്ടിനെ പോലെ തലയിൽ ഇങ്ങനെ ആയിക്കൊടുത്ത ചിരിക്കുകയും ഞാൻ വീഡിയോ കട്ട് ചെയ്തതാണെന്ന് മനസ്സിലായില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സംഭവം സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അത്രയും തന്നെ സന്തോഷം. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ ബൈ.